ഫ്ലാറ്റ് ഒന്നോട് കൂടി ഇങ്ങ് കൊണ്ടുവന്ന് ഒന്നും നോക്കിയില്ല. ഇതിന്റെ ഉള്ളിലാ? ഇതിന്റെ ഹോസ്പിറ്റലിൽ വന്നതാ ഉമ്മി വാടകയ്ക്ക് വന്നതാന്ന്? എന്താന്ന്? ഒരു ഷൂതോ അതിന്റെ അടിയിൽ പോയി കിടക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, അവളെ അറിയണവർക്ക് അവളുടെ ലാംഗ്വേജ് മനസ്സിലാവും അത്രേ. ഓ അറിയാത്തവർ കേൾക്കണ്ട, അവളെ അറിയുന്നവർക്ക് അവളുടെ ലാംഗ്വേജ് മനസ്സിലാവുമെന്നും. ആയിക്കോട്ടെ. വയ്യാത്ത ആൾക്കാരെ പോലെ ചുമ്മാ ഇതാക്കല്ലേ. കയ്യിൽ ഒരു സാധനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. നിന്റെ ബ്ലഡ് റിപ്പോർട്ടൊക്കെ നോർമലാ, സ്കാനിങ് റിപ്പോർട്ട് നോർമലാ, നിനക്ക് ഒരു കുഴപ്പവും ഇല്ല. റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാ, അല്ല വെറുതെ ഇങ്ങനെ കയറി കിടക്കല്ലേ എപ്പോഴും. ഇത് പൊന്നോന് മേടിച്ച, ഞാൻ മധുര പോയപ്പോ പൊന്നോന് മേടിച്ചോണ്ടുവന്ന ബാഗാണ് ഇത്. ഇത് സാധനം വേണമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ക്ലിപ്പ് പിടി. രണ്ടാമത്തെ പില്ലോ. ഇവള് ഇതിങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്കും ഒരു പില്ലോയില ഈ ക്യാനില് ഇതാക്കിയ കുത്തിയ കൈ ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചതോ ഒറ്റ പില്ലോയേ ഉള്ളു. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ കൈ നീളത്തി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാ. ഇതെന്താ സാധനം? പുതിയ സാധനങ്ങളൊക്കെ ഉദ്ഘാടിക്കുക, കംപ്ലീറ്റ് പുതിയ സാധനങ്ങൾ ഉദ്ഘാടിക്കുക. പുതിയ വീടാണോ ഹോസ്പിറ്റലാണോ? ഇതാ സാധനം. അപ്പൊ ഇതിന്റെ ആവശ്യമായിട്ടില്ലല്ലോ. കണ്ണില് വെക്കുന്ന സാധനം രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് ഒരെണ്ണം ഇട്ടേക്കും നേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാരണം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ പുതിയ സാധനം ഉദ്ഘാടിച്ചു. ഞാൻ മധുരത്ത് മേടിച്ച ഇത്രയും ദിവസമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. പൊന്നൂന്റെ എവിടെയെങ്കിലും ഇതുപോലെയൊക്കെ ട്രാവലിങ്ങിന് പോകുമ്പോഴത്തേക്കും പൊന്നൂന്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ടതാ ബണ്ണ് വരെ ഇതിരിക്കുന്നു. ബുഷ് മേടിച്ച കുറെ അറകളുള്ള ബാഗാ. പൊന്നു കണ്ടിട്ട് തന്നെ ഇല്ല. സാധാരണ പൊന്നിന്റെ കൈ സ്ഥലമില്ല. എല്ലാ സാധനങ്ങളും ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാ ഉദ്ഘാടിച്ചത്. പിന്നെ പുതിയത് എനിക്ക് മേടിച്ച ഇന്നർ അതൊക്കെ ഇതാക്കി. നൈൽ പോളിഷ്, റിമൂവർ, നൈൽ പോളിഷ്. ശരിക്കും ദുബായിന്ന് വരുന്ന പോലെ നമ്മൾ ഫ്ലാറ്റിൽ ഹോസ്പിറ്റലിലോട്ട് വന്നത്. പിന്നെ ഇത് ഇലക്ട്രിക് ഹോട്ട് വാട്ടർ ബാഗിന്റെ പൗച്ച്. ഏത്? ഹീറ്റ് കുറവാ. ഇനി തീർന്നില്ല, ഇനി അടുത്ത ബാഗ് ഉണ്ട്. എന്താ ചെയ്യുന്നത്? ചൊറിയുന്ന വൈറ്റമിൻസ്. എന്താ ഇതെന്താ? നീല പറഞ്ഞ ഇവിടെ റൂമില് മിറർ ഇല്ല, ബാത്റൂമിലേ ഉള്ളൂ, റൂമിൽ മിറർ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മിറർ കൊണ്ടുവന്നു. പിന്നെ ബാക്കിയൊക്കെ ഡ്രസ്സാ. ഇത് എന്റത്, ഇത് അവളുടേത്. എന്റതും അവളുടേതും ഒരേപോലത്തെ ഡ്രസ്സ്. ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ? നമ്മളൊരു മൈൻഡിലൊരു ടൂറിന് വന്നത് കണക്കാ. ഡോക്ടർ വിചാരിക്കും ഹോസ്പിറ്റലിൽ വന്നതല്ലാതെ ഇവിടെ മുഴുവൻ ഇത് കണ്ടോ, സാധനങ്ങളോട് സാധനങ്ങളായി. സാധനപ്പൊക്കെ വണ്ടി ഉണ്ടല്ലോ. ഇത് പോകുമ്പോഴത്തേക്ക് ഇട്ടോണ്ട് പോയി സാധനം, മാലയും കമ്മലും പോകുമ്പോ ഇട്ടോണ്ട് പോവാൻ. ബ്ലൂ റെഡ്സിനുള്ള ബ്ലൂ കമ്മല്. ഇതിന്റെ പിങ്കാ നീ എടുത്ത്? പിങ്ക് ഡ്രസ്സിന് എടുത്തതാ. പിന്നെ അടുത്ത പുതിയ സാധനം നമ്മള് 2 രൂപയുടെ ഗ്ലാസ്സിലായിരുന്നു, ഇതിലായിരുന്നു ഇത്രയും 3 ദിവസം കുടിച്ചോണ്ടിരുന്നത്. കപ്പ് എടുത്തു, അത് കുടിക്കാൻ പറ്റൂല, അത് ഗ്ലാസ് ഇതാക്കാൻ കൊണ്ട്. ഇതില് ഫുള്ള് കട്ടനം പ്ലാസ്റ്റിക് ഇല്ലേ പറയുന്ന വിളിയായിരുന്നു. കപ്പ്, പുതിയ കപ്പ് ഉദ്ഘാടിച്ച്. ഒരു പുതിയ കപ്പ് എല്ലാം ഹോസ്പിറ്റലിൽ നിന്നാ ഉദ്ഘാടിക്കുന്നത്. എന്താ? കോഫി പൗഡർ ഒരു പൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി കുറെ ഉണ്ടായിരുന്നത് എവിടെയെന്ന് അറിയത്തില്ല. നീ തീർത്താ? ഞാൻ അവിടെ മുഴുവൻ നോക്കി കോഫി പൗഡർ, അവിടെ മുഴുവൻ നോക്കിയിട്ട് കാണാനില്ലായിരുന്നു. ഇത് മൊസംബി. ഇത് അവർക്ക് പോലീസ് അങ്കിൾമാര് കൊടുത്ത, നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോ പോലീസ് അങ്കിൾമാര് കൊടുത്ത മാങ്ങ എവിടുന്ന് പോയപ്പോഴേ പൊന്നടികൾ. ഗുഡ് നൈറ്റ്.
പിന്നെ സെറ്റായി കിടന്നു. ഞാനൊരു കട്ടൻ ചായ കൊണ്ടുവന്ന് അതേപോലെ ഇരിക്കുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല കട്ടൻ ചായ. എന്തിന് പേഴ്സണലി പോയി കാണണോ? റിപ്പോർട്ടുകൾ കുഴപ്പമില്ലാന്നല്ലേ നേഴ്സ് വന്ന് പറഞ്ഞത്? ഞാൻ പേടിക്കാതിരിക്കാനാ ടെൻഷൻ? ഞാൻ പറയേ നടന്ന് ചോദിച്ച് നിവൃത്തി കെട്ടിട്ടാണ് അവരാർക്കും റിസൾട്ട് കൊടുക്കൂല അത്ര. ഇവിടെ നിന്ന് ഇത് കഴിയുന്നതിൻ്റെ റിസൾട്ട് ഒന്നും ഒരു ഇതിന് കൊടുക്കത്തില്ല. അതെന്ത് ന്യായമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബ്ലഡ് റിസൾട്ട് ചോദിച്ചു, അവസാനം എൻ്റെ സാഹി കെട്ട് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ, ബ്ലഡ് റിസൾട്ടിന് ഒരു കുഴപ്പമില്ല. മറ്റതിൽ എന്താണ് ഇത് സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, പക്ഷേ സ്കാനിങ് റിപ്പോർട്ട് തരുന്നില്ല. അതെന്താ കാര്യമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ പുള്ളിക്കാരിക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ടോ എന്തോ അറിയില്ല.